പഴയതുപോലെ ഇനി ആളുകളെ വയനാട്ടിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുമെന്നൊന്നും പറഞ്ഞ് കബളിപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. അങ്കമാലി പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ പോലെ വയനാടിനൊരു പ്രധാനമന്ത്രി, കേരളത്തിനൊരു പ്രധാനമന്ത്രി. നമ്മുടെ മാധ്യമങ്ങളും അതിനനുസരിച്ച് പെരുമ്പറ കൂട്ടി. മലയാളികൾ കബളിപ്പിക്കപ്പെട്ടു. 2019 24 ഒരിക്കലും മലയാളി കബളിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ സന്ദേശവുമായിട്ടാണ് കേരള പദയാത്ര മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളം അർഹിക്കുന്നുണ്ട്, കേരളം ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിന് വികസനം വേണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കുതിക്കുമ്പോൾ നമ്മുടെ എല്ലാ സാധ്യതകളുമുള്ള കേരളം കിതയ്ക്കുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ പുറംപോക്കിലായിരിക്കുകയാണ്. തൊഴിലവസരങ്ങളില്ല, പുതിയ പദ്ധതികളില്ല, വ്യവസായങ്ങൾ തകർന്നു. കോഴിക്കോട് നഗരത്തിൽ എത്ര പ്രസിദ്ധമായിട്ടുള്ള വ്യവസായശാലകൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഭരിക്കുന്നവരോടും പ്രതിപക്ഷത്തോട് ചോദിക്കുകയാണ്, കേരള പദയാത്ര ചോദിക്കുകയാണ്, എന്താണ് കോൺട്രസ്റ്റിന് സംഭവിച്ചത്? ലോകത്തിലെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള തുണിത്തരങ്ങൾ, അതിനാവശ്യമായ സാധനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമായിരുന്ന കോൺട്രസ്റ്റിന് എന്താണ് സംഭവിച്ചത്? കല്ലായിലെ തടി ബിസിനസ് എവിടെ പോയി? മാവൂർ ഗോളിയോർ റൈൻസിന് എന്താണ് സംഭവിച്ചത്? കുന്നത്തറ ടെക്സ്റ്റൈൽസിനെ ആരാണ് ഇല്ലാതാക്കിയത്? കേരള സോപ്സ് ആൻഡ് ഓയിൽസ് എന്തുകൊണ്ട് ഈ ഗതി വന്നു? നിരവധി ചോദ്യങ്ങൾ ഈ ജില്ലയിൽ, കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനില്ലേ? ഏതെങ്കിലും ഒരു വ്യവസായത്തെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ നടപടി പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? ഒരു കാലത്ത് കോഴിക്കോട് അറിയപ്പെട്ടിരുന്നത് നാളികേരത്തിന്റെ പേരിലായിരുന്നു. കൊപ്ര വ്യവസായത്തിന്റെ ആഗോള ഹബ്ബായിരുന്നില്ലേ കോഴിക്കോട്? ഇന്ന് കൊപ്ര എവിടെയാണുള്ളത്? എന്ത് ബിസിനസ്സാണ് അതിന്റെ പേരിൽ ഇവിടെ നടക്കുന്നത്? ആരാണ് അതിന്റെ പേരിൽ ജീവിക്കുന്നത്? വ്യവസായ മന്ത്രി മത്സരിക്കാൻ വരുന്നു എന്നാണ് പറയുന്നത്. പഴയ വ്യവസായ മന്ത്രി എളമരം കരീം. എളമരം കരീമിനെ പോലുള്ള ഒരാളെയാണ് LDF കോഴിക്കോട് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ കോഴിക്കോട്ടെ സാധാരണ ജനങ്ങളോട് LDF നേതൃത്വം ചെയ്യുന്ന ഏറ്റവും വലിയ കൊലച്ചതിയാണ്. എല്ലാ വ്യവസായങ്ങളും തകർത്തു. സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുമായി ഒത്തുചേർന്നു ലീഗുമായി ധാരണയുണ്ടാക്കി വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കിയ എളമരം കരീമിനെ വീണ്ടും എഴുന്നള്ളിക്കാനാണ് പ്രിയപ്പെട്ടവരെ LDF തീരുമാനിക്കുന്നതെങ്കിൽ എന്തൊരു അപഹാസ്യമായ നടപടിയായിരിക്കും. 15 വർഷമായി ഇവിടെ പ്രതിനിധീകരിക്കുന്ന രാഘവനെ കുറിച്ച് പറഞ്ഞു. ചില ആളുകൾ രാഘവേട്ടൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് രാഘവൻ കഴിഞ്ഞ 15 കൊല്ലം ഇവിടെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? എന്തെങ്കിലും ഒരു നല്ല കാര്യം CMK രാഘവന് കോഴിക്കോടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യവസായം കോഴിക്കോട് ആരംഭിക്കാൻ CMK രാഘവൻ മുൻകൈയെടുത്തിട്ടുണ്ടോ? വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നടപടി രാഘവന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനികളിൽ ഒന്നാണ് കോഴിക്കോട്. എന്താണ് സംഭാവന? മോദി സർക്കാർ കൊടുക്കുന്ന 5 കോടി രൂപ വീതം വെച്ച് വായനശാലകൾക്കും അതുപോലെ ക്ലബ്ബുകൾക്കും കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് ഒരു MP നമുക്ക് ആവശ്യമുള്ളത്?